എത്രയോ വർഷങ്ങളായി തൃശ്ശൂർ പൂരം കാണാൻ വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് വെടിക്കെട്ട് തന്നെയാണ്. ശരിക്കും ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ രീതിയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ പകൽ പുലർച്ചെ ഇതിങ്ങനെ പൊട്ടിച്ചു തീർത്തു എന്ന് തന്നെ വേണം പറയാൻ. അതിന്റെ ഒരു ഭംഗിയോ മനോഹാരിതയോ ഒന്നും ആളുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ കാലത്ത് മഠത്തിലെ വരവിന്റെ സമയം മുതൽ എന്നോട് പോലും റൂഡായിട്ടാണ് സംസാരിച്ചത്. ഞാൻ അവിടെ വെച്ച് അത് തിരിച്ച് അതേ ഭാഷയിൽ സംസാരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. 50 കൊല്ലത്തിലധികമായി സ്ഥിരമായി പൂരം കാണുന്ന ഒരു പൂരപ്രേമിയാണ് ഞാൻ. അവിടെ ആവശ്യമില്ലാതെ വടം കെട്ടുകയും ബാരിക്കേഡ് വെക്കുകയും എന്തോ പൂരം കണ്ടുപിടിച്ചത് ഇപ്പോഴത്തെ പോലീസുകാരാണ്. തൃശ്ശൂരിലെ പോലീസുകാരാണ് ഈ പൂരം കണ്ടുപിടിച്ചത്. ചട്ടമ്പരാന്റെ അച്ഛനാണ് ഇവർ എന്നുള്ള മട്ടിലാണ് അവിടെ നില കളിച്ചത്. എനിക്ക് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിടുന്ന ചില സന്ദർഭങ്ങളുണ്ടായി. പക്ഷേ വളരെ ആത്മസംയമനം പാലിച്ചിട്ടാണ് ഞാൻ പോലീസ് ഓഫീസർമാരോട് തട്ടിക്കയറാതിരുന്നത്. അശാസ്ത്രീയമായ തരത്തിൽ ആളുകളെ വടം കെട്ടിച്ചിരിക്കുക, ആളുകളെ പിടിച്ച് തള്ളുന്നില്ല എന്ന് മാത്രം, പക്ഷെ വാക്കുകൊണ്ട് തള്ളുക, അങ്ങനെയുള്ള ഒരു റൂഡ് ബിഹേവിയർ, അത് അവിടുത്തെ ടോപ്പ് പോലീസ് ഓഫീസറാണ് എന്നോട് സംസാരിച്ചത്. അദ്ദേഹം തന്നെ അമ്പലത്തിന്റെ അകത്ത് വന്നിട്ട് ആളുകളെ വിന്യസിക്കുക. അവിടെ ധാരാളം ആംഡ് പോലീസ് എന്നുള്ള കുട്ടികളും അതുപോലെ തന്നെ വനിതാ പോലീസുകാരൊക്കെ ഉണ്ട്. ആനയൊക്കെ പോയിട്ട് എത്രയോ സമയമായി. ഞങ്ങൾ അവിടെ എത്രയോ കാലമായിട്ട് പൂരം കാണുന്നവരാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പോലും അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല. വനിതാ പോലീസുകാർ തന്നെ ചിരിക്കുകയാണ്. എന്തിനാണ് സാറേ പോകാൻ പാടില്ല എന്ന് പറയുന്നത് നിനക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു പോലീസ് രാജായിരുന്നു ഇന്നലെ പൂരത്തിലെ. അതിന് ശക്തിയായ പ്രതിഷേധം. ഞാൻ രാഷ്ട്രീയമായിട്ട് സംസാരിക്കല്ല, ഇത് ഞാൻ അനുഭവിച്ചതാണ്. അതിന്റെ അന്ത്യമാണ് ഈ പൂരം വെടിക്കെട്ട്. എനിക്ക് ഇന്നലെ പൂരം വെടിക്കെട്ട് നിൽക്കാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പ് ചുമതലകളുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെത്തി. അത് പകല് പൂരം വെടിക്കെട്ട് വെച്ചിട്ട് എന്താണ് കാര്യം? ഇത് നേരത്തെ നോക്കണ്ടേ? തീർച്ചയായും പലതരത്തിൽ അവര് നൽകിയ പറമേക്കാവാകട്ടെ തിരുവമ്പാടി ആകട്ടെ, അവർ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. ഈ കുടമാറ്റം കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന വർണ്ണവിസ്മയങ്ങൾ, പലതരത്തിലുള്ള സർപ്രൈസുകൾ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആകാശത്ത് ഒരു വെള്ളപ്പുക മാത്രമാണ് കാണുന്നത്. എന്ത് ഭംഗി ഉണ്ടാവാനാണ്? അതിന് എത്ര പണം മുടക്കിയിട്ടുണ്ടാവും, എത്ര പേരുടെ അധ്വാനമാണ്, എത്ര ചെലവാണ്. അത് മാത്രമല്ല, ഇത്രയും മഹത്തായ ഒരു ഉത്സവം, ഒരു എന്താ പറയാ, ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവത്തെ നിറം കെടുത്തുന്ന പണിയാണ് ഇന്നലെ ചെയ്തത്. ഞാനിത് ആരോടും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. പക്ഷെ ഇന്നലെ എനിക്ക് നേരിട്ട അനുഭവം. ഞാൻ അവിടെ വെച്ച് ഒന്നും പറഞ്ഞില്ല. കാരണം അവിടെ വെച്ച് പറഞ്ഞ എല്ലാവരും മീഡിയയും കാര്യങ്ങളൊക്കെ എടുക്കുന്നോട് പറഞ്ഞില്ല. ഞാൻ പേര് പറയാൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആ പോലീസ് ഓഫീസർ, ടോപ്പ് പോലീസ് ഓഫീസർ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി, വളരെ റൂഡായിട്ട് പെരുമാറി. അങ്ങനെ റൂഡായിട്ടാണോ ഒരു ഉത്സവ സ്ഥലത്ത്, പൂരം പോലത്തെ ഒരു സ്ഥലത്ത് പെരുമാറുന്നത്? സീനിയർ സിറ്റിസൺസ്, മേയറും ഈ VS സുനിൽകുമാറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നില്ല. ആരും ഒരു ഇടപെടാൻ ശ്രമിച്ചില്ലേ? അവരുടെ മുകളിലായിരുന്നോ ഈ പോലീസിന്റെ ഭരണം ഇന്നലെ? അയ്യോ, സുനിൽകുമാറിനെ ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടേ കാണുന്നില്ല. അദ്ദേഹം ആ കാര്യത്തിൽ പൂരത്തിന്റെ ആളാണ്. ഞാനും സുനിലും അതേപോലെ തന്നെ മുരളീധരനും ഒരുമിച്ച് നിന്നാണ് പൂരം കണ്ടത്. BJPയുടെ ഗോപും ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും അവിടെ ആ ഒരു മോമെന്റിൽ ഞങ്ങൾ പൂരക്കാരാണ്. പക്ഷേ ഇവര് വെറുതെ ഒരു വടം കെട്ടുക, ഇങ്ങനെ ഈ മഠത്തിലെ വരവിനോട് അകറ്റി വടം കെട്ടി, അത്രയും അകറ്റി ആളുകളെ നിർത്താൻ സാധിക്കില്ല. ഇതെല്ലാവർക്കും അറിയാം. ആളുകൾ എങ്ങനെയെങ്കിലും വരില്ല. ഇത് കാണാൻ വേണ്ടിയല്ലേ മനുഷ്യര് ഉച്ചയ്ക്ക് 11:30 മണിക്ക് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് നിൽക്കുന്നത്. അവിടെ മുതൽ പാറമക്കലിന്റെ അവിടെ എത്തിയാലും രഞ്ജിത്തരുടെ വടക്കുന്നാഥിന്റെ അകത്ത് വന്നാലും മുഴുവൻ പോലീസിന്റെ ബാരിക്കേഡുകളും അതിന് ചുറ്റും ഇവര് കൈകോർത്ത് നിൽക്കലും വടം പിടിച്ചു നിൽക്കലും എനിക്കറിഞ്ഞുകൂടാ. അത് ഈ പോലീസ് ഓഫീസർമാരെ കർശനമായിട്ട് വിലക്കേണ്ടതായിരുന്നു. പക്ഷെ അത് വിലക്കാൻ ആളില്ല. സംഘാടകര് പോലും ഈ മഠത്തിൽ വരവൊക്കെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവെക്കുന്നുവെന്ന് തിരുവമ്പാടി പറയുന്നുണ്ടെങ്കിൽ അവർ അനുഭവിച്ചൊരു പ്രയാസമുണ്ടാവും. കാരണം ഇതൊക്കെ ചടങ്ങാണ്, എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന അനുഷ്ഠാനങ്ങളാണ്. അതൊക്കെ അവർ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ തന്നെ തീരുമാനിക്കുകയാണ്, മതി, വേണ്ട, നിർത്തുകയാണെന്ന്. അപ്പോൾ അവരനുഭവിച്ചൊരു പ്രയാസം കൂടി ഉണ്ടാകുമല്ലോ. അല്ല, അവരങ്ങനെ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അവരുടെ ആളുകളെയൊക്കെ കണ്ടിരുന്നു. അവരങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ ഞങ്ങൾ നിർത്തേണ്ടി വരുമെന്ന് പറഞ്ഞോ? എനിക്ക് പ്രതിഷേധത്തിന് വെറും ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇന്നലെ ഈ തെക്കോട്ടിറക്കം കഴിഞ്ഞ് മഠത്തിൽ വരുമൊക്കെ അത് നിർത്തുകയായിരുന്നു. അതിന്റെ ഒരു പൂർണ്ണമായ പ്രൗഢിയോടുകൂടിയല്ല നടന്നത്. രാത്രിയിലെ മഠത്തിലെ വരുമായിരിക്കും പറഞ്ഞത്. പകലെ മഠത്തിലെ വരുവിന് കുഴപ്പമുണ്ടായില്ല. അതായത് ആ ഭാഗത്തേക്ക് ഈ തിരുവമ്പാടി ഭാഗത്തു നിന്നുള്ള ആളുകളെ പോലും കടത്തിവിട്ടില്ല.
അത് കറക്റ്റ്. എല്ലായിടത്തും ബാരിക്കേഡും ഒരു നൈലോൺ കയറും. ഈ നൈലോൺ കയറും ബാരിക്കേഡും കണ്ടിട്ട് ഒരു മനുഷ്യൻ അങ്ങോട്ടും നടക്കാൻ പറ്റില്ല. വല്ലാത്തൊരു അവസ്ഥാവിശേഷമായിരുന്നു ഇന്നലെ. അതുപോലെ പൂരപ്പറമ്പിന് ചുറ്റും ബാരിക്കേഡ് വെച്ച് ആളുകൾക്ക് യഥേഷ്ടം ഈ പൂരത്തിന്റെ പറമ്പിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് കയറാൻ പറ്റുന്നതാണ്. അത് കഴിയില്ല. അപ്പൊ അത് നടന്ന് വേറെ വഴി കൊടുക്കണം. ഞാൻ അവിടെ നിന്ന് ഏതാണ്ട് നടുവിലാലിന്റെ അവിടെ നിന്ന് നടന്നിട്ടാണ് പറമേക്കാവിലേക്ക് പോയത്. ഞങ്ങൾക്കത് ഈ പറഞ്ഞ പോലെ കണ്ടേ പറ്റൂ എന്ന് കരുതുന്ന ഒരു തൃശ്ശൂരുകാരനാണ് ഞാൻ. അതുകൊണ്ടത് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കണ്ടേ മടങ്ങുള്ളൂ. ഇന്നലെ വെടിക്കെട്ടിന് നിൽക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് കാലത്തൂടെ പരിപാടികൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരത്ത് എത്തി. എന്തായാലും വെടിക്കെട്ട് അങ്ങനെ വന്നതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധവും സങ്കടവും ഉണ്ട്. ശരി, വളരെയധികം വേദനയോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്.